രാമായണത്തിൽ വാൽമീകി മഹർഷി തപസ്വിയും അതുപോലെ തന്നെ സ്വാധ്യായ നിരതനുമായിരിക്കുന്ന നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ ഒരു മാതൃകാ പുരുഷനായിട്ട് അങ്ങേക്ക് ആരെയാണ് പറയാൻ സാധിക്കുക? ആ പുരുഷന് വേണ്ട ഗുണം എന്തൊക്കെയാണ്? കൊന്നോസ്മിൻ സമൃതം ലോകേ ഗുണവാൻ ഗച്ഛ വീര്യവാൻ ധർമ്മജ്ഞച്ഛ കൃതജ്ഞച്ഛ സത്യവാക്യോ ദൃഢവൃത. സത്യവാനായിരിക്കുന്ന, കൃതജ്ഞനായിരിക്കുന്ന, ദൃഢവൃതനായിട്ടുള്ള ഏതൊരു കാര്യം ഏറ്റെടുക്കുന്നോ അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വീര്യവാനായിട്ടുള്ള സകല ഗുണങ്ങളും തികഞ്ഞ ഒരു മാതൃക നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അത് ആരാണ് എന്ന് ചോദിച്ചു. പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ്, ചാരിത്രേണ ച കോ യുക്തത, സച്ചരിതനും സർവഭൂതേഷു കോ ഹിത, സർവഭൂതങ്ങൾക്കും ഹിതനായിട്ടുള്ളവനും വിദ്വാനായിട്ടുള്ളവനും ആരാണ് ഉള്ളത്? സമർത്ഥച്ഛ പ്രിയദർശന, എല്ലാവർക്കും പ്രിയനായിട്ടുള്ളവൻ ആരാണ് ഉള്ളത്? ആത്മവാനും ജിതക്രോധ, ക്രോധത്തെ ജയിച്ചവനും അസൂയ ഇല്ലാത്തവനും, പോരിൽ കോപം പൂണ്ടാൽ ദേവന്മാർക്ക് പോലും ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് വളരെ ധീരനായിക്കൊണ്ട് നിൽക്കുന്ന, ഏതൊരാൾക്കും ഭയത്തെ ജനിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം. ഏതദിച്ഛാമ്യഹം ശ്രോതം, ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ എനിക്ക് കാട്ടിത്തരണം. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് വാൽമീകി മഹർഷി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വ്യക്തിത്വം ആരാണ് എന്ന് ചോദിച്ച സമയത്താണ് നാരദ മഹർഷി പറഞ്ഞു, അതിന് വേറെ ആരെയും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. ശ്രുത്വാ ചെയ്ത ത്രിലോകജ്ഞോ വാൽമീകിയേർ നാരദോ വച ശ്രൂയതാം ഇരിജാമന്ത്രിയ പ്രഹൃഷ്ടോ വാക്യമബ്രവീത്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ബഹവോ ദുർലഭാച്ഛൈവ യേ ത്വയാ കീർത്തിത ഗുണാം. അങ്ങ് പറഞ്ഞ ഗുണങ്ങളുള്ള ആളെപ്പറ്റി ഞാൻ പറയാം. മുനേ വക്ഷ്യാമഹം ബുദ്ധ്വാം തൈർയുക്ത ശ്രൂയതാം നര. മഹർഷിയെ, അങ്ങ് കീർത്തിച്ച ഗുണങ്ങളെല്ലാം അസംഖ്യങ്ങളും അപൂർവങ്ങളുമാണ്. ഇത്തരത്തിലൊരു വ്യക്തിത്വ ഗുണം അവയെല്ലാം ചേർന്ന ഒരാളെ പറ്റി ഞാൻ അങ്ങയോട് പറയാം. ഇക്ഷ്വാകു വംശപ്രഭുവോ, അത് വേറെ ആരുമല്ല, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാമൻ എന്ന പേരുള്ളവൻ. രാമോ നാമ ജനൈശ്രുത, രാമൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം മഹാവീര്യവാനാണ്. നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശി, നല്ല തേജസ്വിയാണ്, ധീരനാണ്, ലോകവശ്യനാണ്, ബുദ്ധിമാൻ, വളരെയധികം ബുദ്ധിമാനാണ്, നീതിമാൻ, നീതിജ്ഞനാണ്, വാഗ്മി, നല്ല വാഗ്മിത്വമുള്ളവനാണ്, അറിവുള്ളവനാണ്, ശ്രീമാൻ ശത്രു നിബർഹണ, ശ്രീമാനും ശത്രുക്കളെ ഇല്ലാതാക്കുന്നവനും, വിപുലാംസോ മഹാബാഹു കമ്പുഗ്രീവോ മഹാഹനു, അത്ഭുതകരമായ ആരോഗ്യം ഉള്ള ആളാണ്, മാറിടം വിരിഞ്ഞവനാണ്, മഹാധനസ്സുള്ളവനാണ്, ഇങ്ങനെ ഒത്ത ശരീരമുള്ളവനാണ്, അംഗങ്ങൾ ഒക്കെ ഒത്ത നിറവും വർണ്ണവും ഒക്കെ ഉള്ള ആളാണ്. അങ്ങനെ ശരീരത്തെ പറ്റിയും വർണ്ണിച്ചു. ധർമ്മജ്ഞച്ഛ, നല്ല ധർമ്മജ്ഞനും, സത്യസന്ധച്ഛ, സത്യസന്ധനും, പ്രജാനാംച ഹിതേരത, പ്രജകളുടെ ഹിതത്തെ അനുസരിച്ച് ജീവിക്കുന്നവനും, പ്രജാഹിതനും, യശസ്വി ജ്ഞാനസമ്പന്ന, നല്ല അറിവുള്ളവനും, ശുചിർ, അതാണ് ശുദ്ധനും, വശ്യനും, മറ്റുള്ളവരെ ആകർഷിക്കുന്നവനും, സമാധിമാൻ, സമാധിചിത്തനായവനുമാണ്, പ്രജാപതി സമനും, ശ്രീമാനും, ധാതാ രിപുനിഷൂദന, ശ്രീമാനും ധാതാവും ശത്രുഹന്താവും, രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിതാ, ധർമ്മപാലകനാണ്, ജീവലോക രക്ഷകനാണ്, സകല ജീവരാശികളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. രക്ഷിത
സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിത. സ്വധർമ്മരക്ഷകനും സ്വജനരക്ഷിതാവും വേദങ്ങളിലും വേദാംഗങ്ങളിലും നല്ല വിജ്ഞാനമുള്ളവനും വേദാംഗഗത തത്വജ്ഞോ. വേദങ്ങൾ നന്നായിട്ടറിയാം, വേദാംഗങ്ങൾ നല്ലതായിട്ടറിയാം, വിജ്ഞാനിയും ധനുർവേദ വിശാരദനുമാണ് അദ്ദേഹം. സർവശാസ്ത്ര അർത്ഥതത്വജ്ഞ. സർവശാസ്ത്രങ്ങളെയും ഗ്രഹിച്ചവനും അതിൻ്റെ തത്വങ്ങളെ വേണ്ടവണ്ണം അറിഞ്ഞവനും ധാരണാശക്തിയുള്ളവനും പ്രതിഭാസമ്പന്നനും സർവലോകപ്രിയനും സൗമ്യനും അധീനനും അതിസമർത്ഥനുമാണ് അദ്ദേഹം. അതുകൊണ്ട് എന്തു ചെയ്യാം? നദികൾക്ക് സമുദ്രത്തെ പോലെ സർവദാ സത്തുക്കൾക്ക് ആശ്രയമായവനും ആര്യനും സർവസമദർശനനും സദാ പ്രിയദർശനനും ഒക്കെയാണ് അദ്ദേഹം. സജ സർവഗുണോപേത കൗസല്യ നന്ദവർദ്ധന. സർവഗുണസമ്പന്നനും കൗസല്യാനന്ദനും സമുദ്രൈവ ഗാംഭീര്യ. സമുദ്രത്തെ പോലെ ഗാംഭീര്യവാനും ധൈര്യത്തിൽ ഹിമവാനെ പോലെ ഉള്ളവനുമാണ് അദ്ദേഹം. വീര്യത്തിൽ വിഷ്ണു സദൃശ്യനും പൂന്തിങ്കൾ പോലെ പ്രിയദർശനനും ക്രോധത്തിൽ കാലാഗ്നിതുല്യനും ക്ഷമയിൽ സമാനനുമാണ് അവൻ. ദാനത്തിൽ കുബേരനെ പോലെയും സത്യത്തിൽ മറ്റൊരു ധർമ്മദേവനെ പോലെയും എല്ലാ ഗുണങ്ങളോടും കൂടിയ സത്യപരാക്രമിയായ ഗുണാഢ്യനായ പ്രജാഹിത തൽപരനായ ധർമ്മജ്ഞനായ നീതിജ്ഞനായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഇക്ഷ്വാകു വംശപ്രഭവാനായ രാമനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രാമായണം പഠിക്കുന്നതിന് മുൻപ് തന്നെ രാമനെ ഏത് തരത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്, രാമ വ്യക്തിത്വത്തെ ഏത് തരത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. ആ നിലയിൽ മാത്രമേ നമ്മൾ രാമനെ കാണാവൂ. രാമൻ്റെ ഓരോ കർമ്മങ്ങളും നമ്മൾ രാമൻ്റെ ഗുണവിശേഷങ്ങൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം വിലയിരുത്താനായിട്ട്. അതിന് യോഗ്യമല്ലാത്ത കഥാഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ഉപേക്ഷിക്കാനും തയ്യാറാകണം. അങ്ങനെ നമുക്ക് രാമായണത്തെ പഠിക്കാൻ സാധിക്കണം. രാമായണം പോലെ ഒരു ഗ്രന്ഥം ഈ ലോകം മുഴുവൻ ഇത്രയധികം വ്യാപിച്ച ഒരു ഗ്രന്ഥം വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിൽ തന്നെ എത്ര ഭാഷകളിൽ രാമായണം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സ്വതന്ത്ര വ്യാഖ്യാനങ്ങളായിട്ടാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ വായിക്കുന്ന അധ്യാത്മരാമായണവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാൽമീകി രാമായണത്തിൽ നിന്ന് ധാരാളം വ്യത്യാസം അതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഓരോ കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത്. വാൽമീകി രാമായണം എഴുതിയതിന് ശേഷം 400 അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് ശേഷമാണ് അധ്യാത്മരാമായണം എഴുതിയതെന്നിരിക്കട്ടെ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും എഴുതിയതിൻ്റെ വ്യത്യാസം, ഓരോ ജനങ്ങളുടെയും ജീവിതചര്യകളും കാലവും ഒക്കെ മാറി, അതനുസരിച്ച് ചില മാറ്റങ്ങളുണ്ടാവും. എന്നാൽ രാമനെ വിലയിരുത്തുമ്പോൾ ഈ മാറ്റങ്ങളെയൊക്കെ അറിഞ്ഞുകൊണ്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഉത്തമ വ്യക്തിപ്രഭാവനായ ഒരാളെ നമുക്ക് കാട്ടിത്തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാമായണം രചിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ രാമൻ്റെ ഗുണങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞത്. നേപ്പാൾ, ചൈന, ജപ്പാൻ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മധ്യ പസഫിക് പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ രാമകഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്തിനേറെ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയിൽ പോലും അവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ പ്ലെയിൻ സർവീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ആപ്തവാക്യങ്ങളൊക്കെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇസ്ലാമിക രാജ്യവുമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം രാമായണത്തെ വിലയിരുത്താനും പഠിക്കാനും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് വിമർശനത്തിനുള്ള അധികാരവും ഉണ്ട്. അപ്പോൾ രാമനെ എങ്ങനെ കാണണം
എന്ന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. ചില ആൾക്കാർ ചോദിച്ചു, രാമൻ്റെ ചരിത്രം എന്താണ്, രാമനെ എന്തിനാണ് ഇങ്ങനെ നമ്മൾ രാമായണം പഠിക്കുന്നത് എന്ന് ചോദിച്ചു. നമുക്ക് ഒരു മാതൃകാ പുരുഷോത്തമൻ എന്നുള്ള നിലയിലുള്ള പഠനമാണ് നമുക്ക് തരുന്നത്. ആ നിലയിൽ രാമായണത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.